അപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയ രണ്ട് സിനിമയിൽ ഓണത്തിന് കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മെയിൻ ഹിറ്റ് ആയിട്ടുള്ള 2 സിനിമ ഞാൻ കണ്ടു. ARM കണ്ടു, കിഷ്കിന്ദ കാണ്ഡും കണ്ടു. ഇപ്പം രണ്ടും അടിപൊളി മൂവി. നമുക്ക് ഫസ്റ്റ് ARMനെ പറ്റി പറയാം. ഉണ്ടല്ലോ, അജയന്റെ രണ്ടാം മോഷണം, പേര് പോലെ തന്നെ ഒരു മോഷനാണ് ഇതിന്റെ കണ്ടന്റ്. ഒരു മോഷണത്തിന്റെ കഥയാണ്. അപ്പോൾ അതിലൊരു മണി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. എൻ്റെ അമ്മോ, ടൊവിനോ ഉണ്ടല്ലോ, അത് ടൊവിനോനെ ഞാൻ മണിയനിൽ കണ്ടില്ല, മണീനെയാണ് ഞാൻ കണ്ടത്. എന്ത് രസമായിട്ടാ ടോവിനോ അഭിനയിച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ഉണ്ടല്ലോ രോമാഞ്ചം ഒന്നും ആ അഭിനയം കണ്ടിട്ട് ടോവിനോട്. എൻ്റെ അമ്മ അടിപൊളി. മണിയനാണ് ആ സിനിമ അപ്ലിഫ്റ്റ് ചെയ്തത്. മണിയനാണ്. ടോവിനോ മാത്രമല്ല, സുരഭി അത്, അവർ രണ്ടുപേരും നല്ല മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവരുടെ ആ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് അവർ രണ്ടുപേരാണ്. മണിയന്റെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് അക്വാമാൻ ഇല്ലേ, അക്വാമാൻ്റെ ഒരു ചായ തോന്നി. ഒരു അക്വാമാൻ്റെ മേക്കപ്പ് പോലെയൊക്കെ തോന്നിയിരുന്നു ആ മണിയനെ കണ്ടപ്പോൾ. എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല, എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിനും തോന്നിയിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് നോക്കി ഈ മണിയനെ കാണുമ്പോൾ അക്വാമാൻ്റെ ചായ ഇല്ലെന്നപ്പോൾ അവൾ പറഞ്ഞു, ആ ശരി, അക്വാമാൻ്റെ ഒരു ചായ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു OTT കണ്ട് ഇത്രയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടുന്നു. കാരണം ആ സൗണ്ടും ആ വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാൽ ആ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ARM ഒരു മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഒക്കെ തകർത്ത സിനിമ നമ്മളുടെ കിഷ്കിന്ദ കാണ്ഡം, അതിനെ പറ്റി പറയാം. ആകെ 3 ക്യാരക്ടേഴ്സാണ് അതിലുള്ളത് മെയിനായിട്ട്. ഇവർ 3 പേരും ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. അയ്യോ, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് കഥ എഴുതാൻ പറ്റില്ലേ എന്ന് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എന്ത് രസമായിട്ട് കഥ എഴുതിയിട്ടുള്ള. എങ്ങനെ ചിന്തിച്ച് കഥ എഴുതാൻ പറ്റുന്നാവോ? ആ കഥയും അതുപോലെ തന്നെ ഡയറക്ഷനും പിന്നെ ആ സ്ഥലവും. എനിക്ക് കാടും മരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം ഒരു ഈ സിനിമയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്പോയിലറാവും. അത് കാരണം എനിക്ക് എന്തും പറയാനും പറ്റുന്നില്ല. ഈ കിഷ്കിന്ദാകാന്ഡം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ സിനിമ ബുക്ക് ചെയ്യാൻ നോക്കും, ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ തലേദിവസം ബുക്ക് ചെയ്തിട്ടാണ് ഇന്നലെ ഞാൻ ആ മൂവിക്ക് പോകുന്നത്. കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും റിവ്യൂസൊക്കെ കണ്ടു, സൂപ്പർ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടതാണ്. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടാവാറില്ല. ഞാൻ ഓവർ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധാരണ ഗതിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയാൽ എനിക്ക് ഇഷ്ടാവാറില്ല. പക്ഷെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്കൊരു ഹാങ് ഓവർ തരുന്ന മൂവി എന്ന് പറയാം. അല്ലെങ്കിൽ ചില സിനിമകൾ കണ്ടാൽ ഭയങ്കര ഹാങ് ഓവർ വരാറുണ്ട്. അങ്ങനെ എനിക്കൊരു ഹാങ് ഓവർ തന്ന സിനിമ കേട്ടോ ഇത്. എല്ലാവർക്കും തരുമെന്ന് അറിയില്ല, എനിക്കൊരു ഹാങ് ഓവർ തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും പോയി കാണാൻ നല്ല സിനിമകളാണ്. രണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആട്ടോ. അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്ന ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണം.